തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കുവാൻ പാടുപെടുന്ന പലരും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു. തലമുറകളുടെ സ്വഭാവ രൂപീകരണത്തിന് കഴിയും വിധം മാതൃകയായി ജീവിച്ചില്ല എങ്കിൽ നാം അവരുടെ ജീവിതം നശിപ്പിക്കുകയാണ് എന്നുള്ളത്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്ന ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എങ്കിലും മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത ക്രിസ്തു തൻ്റെ പ്രഭാഷണത്തിൽ വെളിപ്പെടുത്തി. പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവിനെയും സമ്പാദിക്കുന്നതാണ് മാനസാന്തരത്തിൻ്റെ ആത്യന്തികമായ ഫലം. എഹെസ്കേൽ പ്രവചനം 18ഉം 19ഉം അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇസ്രായേൽ ജനത്തെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ യെഹെസ്കേൽ കാണിച്ച 3 ദൃഷ്ടാന്തങ്ങൾ 15-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് നാം കാണുകയായിരുന്നു. ഒന്നാമത്തേത് 15-ാം അധ്യായത്തിലെ ഫലം തരാത്ത മുന്തിരിവള്ളിയുടെ ആ ദൃഷ്ടാന്തമായിരുന്നു. രണ്ടാമത്തേത് 16-ാം അധ്യായത്തിലെ ഉപേക്ഷിക്കപ്പെട്ട അവകാശിയില്ലാത്ത ഒരു കുട്ടിയുടെ ദൃഷ്ടാന്തമായിരുന്നു. മൂന്നാമത്തേത് 17-ാം അധ്യായത്തിലെ 2 കഴുകന്മാരെ സംബന്ധിച്ചുള്ളതായിരുന്നു. ഇപ്പോഴിതാ അവരുടെ തെറ്റിനെക്കുറിച്ച് നേരിട്ട് അവൻ അവരോട് പറയുകയാണ്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ ന്യായവിധിയിൽ ഓരോ വ്യക്തിയോടും പ്രത്യേകമായും വ്യക്തിപരമായും ഇടപെടുകയാണ്. 18-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. താൻ നൽകുന്നത് തൻ്റെ അഭിപ്രായങ്ങളൊന്നുമല്ലെന്ന് വീണ്ടും പ്രവാചകൻ വ്യക്തമാക്കുകയാണ്. താൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. അതാണ് ഈ വാക്യം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്. 2-ാം വാക്യത്തിൽ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? താൻ നൽകുന്നത് വളരെ വ്യക്തമായ ഒരു ചിന്തയാകുന്നു. ഇസ്രായേൽ മക്കൾ ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. യിരെമ്യാവ് ഇത് 2 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല എന്ന്. പിന്നീട് വിലാപങ്ങളിൽ യിരെമ്യാവ് അത് പറയുന്നുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു എന്ന്. വിലാപങ്ങൾ 5:7. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യത്തിന്മേലാണ് ജനങ്ങൾ ഈ പഴഞ്ചൊല്ല് ഉറപ്പിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്യത്തിൽ നിന്നും അവർ എടുത്ത പഴഞ്ചൊല്ല് ശരിയല്ല എന്നതാണ്. തിരുവചനത്തിലെ ഒരു വാക്യത്തെ അതിൻ്റെ സന്ദർഭം പരിഗണിക്കാതെ എടുക്കുന്നത് കൊണ്ടുള്ള അപകടമാണിത്. ഈ പഴഞ്ചൊല്ലിൻ്റെ ഊന്നൽ അപ്പന്മാർ ചെയ്ത പാപം മൂലം മക്കൾ കഷ്ടപ്പെടുന്നു എന്നതിലാണ്. ശരിയാണ്, യെരുശലേം കഷ്ടം സഹിക്കുകയായിരുന്നു ഈ പറഞ്ഞ സമയത്ത്. എന്നാൽ ഈ പഴഞ്ചൊല്ലിലൂടെ അവർ അർത്ഥമാക്കുന്നത് പോലെ പിതാക്കന്മാരുടെ പാപം മാത്രമായിരുന്നില്ല അവരുടെ കഷ്ടതയ്ക്ക് കാരണം. അവരുടെ പാപത്തിനുള്ള ശിക്ഷ കൂടിയായിരുന്നു അവർ അന്ന് അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ ജനം ദൈവത്തെ പഴിക്കുകയാണ്. പിതാക്കന്മാർ മുന്തിരിങ്ങ തിന്നും മക്കൾ അതിന് പിഴ കൊടുത്തും എന്നത് ഒരളവ് വരെ ശരിയാണ്. എന്നാൽ ദൈവം ന്യായം വിധിക്കുന്നത് വ്യക്തിപരമായാണ്. അപ്പനെയോ മകനെയോ അവൻ്റെ പെരുമാറ്റം അനുസരിച്ച് ദൈവം ന്യായം വിധിക്കുന്നു. ഇത് നിത്യജീവനെ സംബന്ധിച്ചുള്ള ഒരു ന്യായവിധിയല്ല. പിന്നെയോ ഈ ലോക ജീവിതത്തെ സംബന്ധിച്ചുള്ളതും
ഒരു വ്യക്തി ദൈവത്തെ അനുസരിച്ചോ അനുസരിച്ചില്ലയോ എന്നുള്ളതിനെ അനുസരിച്ചുമുള്ള ന്യായവിധിയാണ്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, 3-ാം വാക്യം, എന്നാണ് നിങ്ങൾ ഇനിയും ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ ജീവിക്കുമെന്ന പദം അല്ലെങ്കിൽ അതിൻ്റെ രൂപം 13 പ്രാവശ്യം ഈ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ മരിക്കും എന്ന വാക്ക് 14 പ്രാവശ്യം നാം കാണുന്നുണ്ട്. നാം ഇവിടെ ജീവിതവും മരണവും കാണുന്നുണ്ട്. എന്നാൽ അത് നിത്യജീവനും നിത്യമരണവും എന്ന നിലയിലല്ല അതേക്കുറിച്ച് ദൈവം ഇവിടെ പറയുന്നത്. ഈ ജീവിതത്തിൽ വ്യക്തിജീവിതങ്ങളെ താൻ ന്യായം വിധിക്കുന്നതിനെക്കുറിച്ചാണ് ദൈവം ഇവിടെ പറയുന്നത്. ഈ കാഴ്ചപ്പാടിലൂടെ വേണം ഈ മുഴുവൻ അധ്യായത്തെയും നാം വീക്ഷിക്കാൻ. ഇനി 4-ാം വാക്യം നോക്കിക്കാട്ടെ. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവം പറയുകയാണ് സകല ദേഹികളും തനിക്കുള്ളതാണ്. പിതാക്കന്മാരുടെ പാപങ്ങൾ മക്കളുടെ മേൽ വരുന്നു എങ്കിൽ അതിന് കാരണം പിതാക്കന്മാരുടെ ദുഷ്ടതകളെ മക്കൾ പിന്തുടർന്നു എന്നതുകൊണ്ടാണ്. ഓരോ മനുഷ്യനും അവൻ്റെ സ്വന്തം പാപത്തിനായിരിക്കും മരിക്കുക. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്, താൻ്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന്. അതെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവം ഓരോ വ്യക്തിയെയും ന്യായം വിധിക്കും. ഇനിയും 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കിക്കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ എന്നത് വിഗ്രഹാരാധനയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യാത്ത മനുഷ്യൻ നീതിമാനും ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടന്നവനും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചവനുമാകുന്നു. അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ വായിച്ചല്ലോ. യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ ദൈവം പറയുന്നത് നിത്യമായ ജീവിതത്തെക്കുറിച്ചല്ല, ഈ ഭൗമിക ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ജീവിതത്തിൽ ദൈവം അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കും. പഴയ നിയമത്തിലെ അനുഗ്രഹം അതാണ്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠകനായിരുന്ന് രക്തം ചൊരിക, അവയിൽ ഏതെങ്കിലും ചെയ്യുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കുക, എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നീ വക ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കയില്ല. അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ, അവൻ മരിക്കും, അവൻ്റെ രക്തം അവൻ്റെ മേൽ വരും. നോക്കുക, നീതിമാനായ മനുഷ്യൻ അഭക്തനായ ഒരു മകനുണ്ടായേക്കാം. വഷളനായ മകൻ മൂലം ഭാരപ്പെടുന്ന നീതിമാനെ ഒരുപക്ഷെ താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലേ? നീതിമാനായ മനുഷ്യൻ്റെ മകൻ പാപം ചെയ്താൽ ദൈവം അവനെ, അതെ, ആ മകനെ ന്യായം വിധിക്കും. അവൻ്റെ പിതാവിനെയല്ല, അവനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്. ഇനി 18-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവൻ്റെ അപ്പനോ ക്രൂരപീഡനം ചെയ്തു, സഹോദരനോട് പിടിച്ചു പറിച്ച് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ കൊള്ളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തൻ്റെ അകൃത്യത്തിൽ മരിക്കും. ഇനിയും ഇതിൻ്റെ മറുവശം ചിന്തിക്കുക. ഒരു മകൻ തൻ്റെ അപ്പൻ്റെ വഴികളെ, ദുഷ്ടവഴികളെ പിന്തുടരുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങൾ നാം കാണുന്നുണ്ട്. പഴയ ആഹാസ്
ഒരു ദുഷ്ടനായ രാജാവായിരുന്നു. എന്നാൽ അവൻ്റെ മകൻ ഹിസ്കിയാവ് ഒരു വലിയ ഉണർവിന് നേതൃത്വം നൽകിയ ഒരു നീതിമാനായ രാജാവായിരുന്നു. യോശിയാവ് ഒരു ശ്രദ്ധേയനായ മനുഷ്യനായിരുന്നു, രാജാവായിരുന്നു. എന്നാൽ അവൻ്റെ പിതാവ് വളരെ ദുഷ്ടത നിറഞ്ഞവനായിരുന്നു. ഒരു വ്യക്തി തൻ്റെ ജീവിതം ഏത് വഴിയിൽ ജീവിച്ചു എന്നതിനനുസരിച്ച് ന്യായം വിധിക്കപ്പെടുമെന്നത്രേ ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് പറയുന്നത്. എന്നാൽ താൻ ഇവിടെ പറയുന്നത് നിന്ദ്യമായ ജീവിതത്തെക്കുറിച്ചല്ല, എന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ചുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ ദൈവം ന്യായം വിധിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാകുന്നു എന്ന് അവർ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി 20-ാം വാക്യം നോക്കിക്കാട്ടെ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഈ അധ്യായത്തിൽ ഇത് 2 പ്രാവശ്യം നാം കാണുന്നുണ്ട്. മുമ്പ് 4-ാം വാക്യത്തിൽ നാം ഇത് കണ്ടല്ലോ. പാപം ചെയ്ത ദേഹിയാണ് മരിക്കുന്നത്. ഇതൊരു നിത്യസത്യമാണ്. ഇവിടുത്തെ ഊന്നൽ ശാരീരിക മരണത്തിനാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനും മരിക്കുന്നു? ആധുനിക മനഃശാസ്ത്രത്തിന് ശരിയായ ഉത്തരം കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിൻ്റെ പഠിപ്പിക്കൽ. ഒരു വ്യക്തി ഗുണം കെട്ടവനോ വഴക്കാളിയോ ഒക്കെ ആകുന്നത് അവൻ്റെ അമ്മ അവനെ ശരിയായി ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടും അവനെ അവഗണിച്ചത് കൊണ്ടുമാണ് എന്നത്ര ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ വാദം. അവൻ വളർത്തപ്പെട്ട സാഹചര്യം അതാണ് അവനെ തെറ്റിക്കുന്നത്. അങ്ങനെയാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്നാൽ സുഹൃത്തെ, നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാനാവില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഞാൻ പ്രത്യേകം ഈ ഭാഗത്ത് നിന്ന് തരട്ടെ. ദൈവത്തിന് മുമ്പിൽ താങ്കൾ തനിയെ നിൽക്കണം. നിങ്ങൾ ഒരു പാപിയായത് നിങ്ങളിൽ തന്നെ പാപിയായതുകൊണ്ടാണ്. നാം പാപം ചെയ്യുന്നത് നാം പാപികളായതുകൊണ്ടാണ്, അല്ലാതെ പാപം ചെയ്യുന്നത് കൊണ്ട് പാപികളാകുന്നതല്ല. ഓരോ വ്യക്തിയും വ്യക്തിപരമായി ദൈവം മുൻപിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അപ്പനെയോ അമ്മയെയോ പഴിചാരി ശിക്ഷയിൽ നിന്നും ഇളവ് നേടാൻ സാധ്യമല്ല. ചിലർക്ക് അപ്പനെയോ അമ്മയെയോ പറഞ്ഞ് രക്ഷപ്പെടാനും സാധ്യമല്ല. തങ്ങൾ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേല്യർ ഈ ജീവിതത്തിൽ തന്നെ ന്യായം വിധിക്കപ്പെടുമെന്ന് യെഹെസ്കേൽ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്. ഇനി 18-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, 32-ാം വാക്യം. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ശിക്ഷാവിധിയെ ഒഴിവാക്കുന്നതിനായി ഒരു പാപിക്ക് ദൈവം അവസരം കൊടുക്കുന്നത് എന്തിന്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം ഇവിടെ കാണുന്നു. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടിരിക്കും. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് ശിക്ഷിക്കാൻ എന്ന ചിന്തയോടെ ഇരിക്കുന്ന ചിലരെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. തനിക്ക് ഒന്ന് ശിക്ഷിക്കാനായി ആരും തെറ്റ് ചെയ്യുന്നില്ലല്ലോ എന്നായിരിക്കും അവരുടെ ദുഃഖം. ചിലർ അങ്ങനെയാണ്. ആരെയും ശിക്ഷിക്കാനോ ശാസിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഈ അധികാരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് ഒരു വ്യക്തി ചെയ്ത 100 നന്മകളെ അവർ കണ്ണടച്ചും അതുപോലെ അതിനെ അറിയാതെയും ഇരിക്കും. ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ അവർ ഭൂലോകം മുഴുവൻ ഇളക്കി മറിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം അങ്ങനെയല്ല. മരിക്കുന്നവൻ്റെ മരണത്തിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല. നഷ്ടപ്പെടുന്നവനെക്കുറിച്ച് ദൈവത്തിന് ദുഃഖമാണ്. കാരണം അവനും ദൈവത്തിൻ്റെ ഒരു പൈതലാകുന്നു. ദൈവം അവനെ സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വിലക്കുകളെ ലംഘിച്ച് മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്നു എന്നാണ് വാസ്തവം. ദൈവത്തിന് എല്ലാവരോടും സ്നേഹമാണ്. മനുഷ്യവർഗത്തിൻ്റെ മരണത്തെ അവൻ ആഗ്രഹിക്കുന്നില്ല. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നമ്മുടെ കർത്താവ് കരഞ്ഞതിനെ ഓർക്കുക. അവൻ ലാസറിനെ മരണത്തിൽ നിന്നും മടക്കി വരുത്താൻ പോകുന്നു എങ്കിൽ കൂടിയും അവൻ ആ മരണത്തിൽ കണ്ണുനീർ വാർത്തു. മനുഷ്യൻ മരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയല്ല, പിന്നെയോ മനുഷ്യൻ്റെ പാപം മൂലമാണ്. ഇനി 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ 19-ാം അധ്യായത്തിൽ 2 വിലാപങ്ങൾ നാം കാണുന്നുണ്ട്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രഭുവിനെക്കുറിച്ചുള്ള വിലാപമാണ്. 10 മുതൽ ഈ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ തെക്കേ രാജ്യമായ യഹൂദ ദേശത്തെ ഓർത്തിട്ടുള്ള വിലാപമാണ്. ഇനി
19 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നീ ഇസ്രായേലിൻ്റെ പ്രഭുവിനെക്കുറിച്ചൊരു വിലാപം ചൊല്ലേണ്ടത് നിൻ്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഹി തന്നെ. അവൾ സിംഹങ്ങളുടെ ഇടയിൽ കിടന്ന് തൻ്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി. ചില വേദവ്യാഖ്യാതാക്കൾ പറയാൻ ശ്രമിക്കുന്നത് പോലെ ഇത് യെഹെസ്കേലിൻ്റെ വിലാപമല്ല, ഇത് ദൈവത്തിൻ്റെ വിലാപമാണ്. അത് പിന്നീട് യെരുശലേമിൻ്റെ അവസ്ഥയെ കണ്ട് കരഞ്ഞ അതേ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വിലാപമാണ്. മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് യെരുശലേമിനെ നോക്കി വിലപിക്കുന്നതായി കാണുന്നു. യഹൂദയുടെ പ്രഭുക്കന്മാരെക്കുറിച്ച് വിലപിക്കുന്നവൻ അവനാണ്. ജനങ്ങളുടെ കാര്യത്തിൽ തീരെ പരിഗണനയില്ലാതിരുന്ന യഹൂദാദേശത്തിലെ ഭരണകർത്താക്കളായിരുന്നു ഈ പറഞ്ഞിരുന്ന പ്രഭുക്കന്മാർ. യെരുശലേമിൽ വാണ രാജാക്കന്മാർക്ക് യെഹെസ്കേൽ നൽകിയ പ്രത്യേക പേരാണ് പ്രഭുക്കന്മാർ എന്നത്. പ്രത്യേകിച്ചും സിദക്കിയ രാജാവിന് ഈ വിലാപത്തിൻ്റെ സമയത്ത് അവിടെ ഭരണം നടത്തിയിരുന്നത് സിദക്കിയാവായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് താങ്കളെക്കുറിച്ച് പരിഗണനയുള്ളത് ആർക്കാണ്? ഞാൻ വിചാരിക്കുന്നു വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ എന്ന്. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിങ്ങളുടെ കാര്യത്തിൽ പരിഗണനയുണ്ടോ? നിങ്ങളുടെ സഭയിലെ അംഗങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളിൽ താല്പര്യമുണ്ടോ? വളരെ സമർത്ഥനായ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കൽ പറഞ്ഞു, സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻ്റെ കാര്യത്തിൽ ഇന്ന് താല്പര്യമുള്ളത് ആർക്കാണെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എല്ലാവരും, എൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ താല്പര്യപ്പെടുന്നത് എന്നിൽ നിന്നും അവർക്കെന്ത് കിട്ടും എന്നതിലാണ്. ഇത് എത്ര സങ്കടകരമല്ലേ? എന്നാൽ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനാകുന്നു എന്നോർക്കണം. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, ഉള്ളങ്കരങ്ങളിൽ വഹിക്കുന്ന ദൈവം. അതേ സുഹൃത്തെ, അവന് എന്നിലും താല്പര്യമുണ്ട്, നിങ്ങളിലും താല്പര്യമുണ്ട്. നാം ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന കാര്യം അതത്രേ. മനുഷ്യൻ്റെ സ്നേഹത്തിൽ എപ്പോഴും സ്വാർത്ഥതയുടെ ഒരു അംശമുണ്ടായിരിക്കും. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നന്മയ്ക്കായിട്ടാണ്. നമ്മുടെ നന്മയ്ക്കായി അവൻ സ്നേഹിക്കുന്നു. നാം വളരെ ചെറിയവരാണ്, എന്നാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ തൻ്റെ ദൃഷ്ടി വെച്ച് നമ്മെ താല്പര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നില്ലേ? നിൻ്റെ അമ്മ ആരായിരുന്നു? ഒരു സിംഹി തന്നെ എന്ന് നമ്മൾ വായിച്ചു. ആരാണ് ഈ സിംഹി? ഈ അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ഇസ്രായേൽ രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നു എന്ന നിഗമനത്തിലാണ് നാം എത്തുന്നത്. 13 വാക്യം ഇസ്രായേലിൻ്റെ പ്രവാസത്തെ, അതായത് അവർ അടിമത്തത്തിലേക്ക് പോയതിനെ സൂചിപ്പിക്കുന്നതായും നാം കാണുന്നു. അതുകൊണ്ട് ഈ അധ്യായത്തിൽ പറയുന്ന സിംഹി ഇസ്രായേൽ രാഷ്ട്രമാണ്. അവളാണ് രാജാക്കന്മാരെ പുറപ്പെടുവിച്ചത്. പക്ഷേ അവർ പട്ടുപോയി. അവൾ പ്രവാസത്തിൽ പോകേണ്ടതായും വന്നു എന്ന് നാം വായിച്ചു. ഇനി 3-4 വാക്യങ്ങളിൽ നാം കാണുന്നു, അവൾ തൻ്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി, അത് ഒരു ബാലസിംഹമായി തീർന്നു. അത് ഇര തേടി പിടിപ്പാൻ ശീലിച്ചു, മനുഷ്യരെ തിന്നുകളഞ്ഞു. ജാതികൾ അവൻ്റെ വസ്തുത കേട്ടു, അവരുടെ കുഴിയിൽ അവൻ അകപ്പെട്ടു. അവർ അവനെ കൊളുത്തിട്ട് മിസ്രയീം ദേശത്ത് കൊണ്ടുപോയി. അവൾ തൻ്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി, അതൊരു ബാലസിംഹമായി തീർന്നു. ഈ ബാലസിംഹം യഹോവാഹാസ് ആയിരുന്നു. അവൻ യോശിയാവിൻ്റെ അകാല മരണത്തിന് ശേഷം 3 മാസം മാത്രമേ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യഹൂദയുടെ സിംഹാസനത്തിൽ ഇരുന്നുള്ളൂ. ഫറോ നെഖോ രണ്ടാമൻ ഈ യഹോവാഹാസിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയായിരുന്നു. അന്ന് അക്ഷരികമായി തന്നെ അവൻ്റെ മൂക്കിൽ കൊളുത്തിട്ട് ചരടിൽ ബന്ധിച്ച് അവനെ മിസ്രൈം ദേശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. മിസ്രൈമിൽ പ്രവാസിയായിരിക്കെ തന്നെയാണ് അവൻ മരിച്ചത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും യിരെമ്യാ പ്രവചനം 22-ന്റെ 11-12 വാക്യങ്ങളിലും ഇവിടെ നാം ഈ സംഭവം വായിക്കുന്നു. തൻ്റെ കുട്ടികളിൽ മറ്റൊന്നിനെ എടുത്ത് ബാലസിംഹമാക്കി എന്ന് പറയുന്നത് യെഹോയാക്കീനെ കുറിച്ചാണ്. നെബൂഖദ്നേസർ അവനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത് വരെ കേവലം 3 മാസമേ അവനും സിംഹാസനത്തിലിരുന്നുള്ളൂ. യെഹോയാക്കീൻ ബാബേലിൽ 37 വർഷം തടവിൽ കഴിഞ്ഞു. അവൻ ഒരിക്കലും സ്വദേശത്തേക്ക് മടങ്ങിയില്ല. 19-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്,
നിന്റെ അമ്മ മുന്തിരിത്തോട്ടത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരിവള്ളി പോലെയാകുന്നു. വളരെ വെള്ളം ഉള്ളതുകൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു. അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകളുണ്ടായിരുന്നു. അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു. അത് പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്നു. എന്നാൽ അതിനെ ക്രോധത്തോടെ പറിച്ച് നിലത്ത് തള്ളിയിട്ടു. കിഴക്കൻ കാറ്റ് അതിൻ്റെ ഫലം ഉണക്കിക്കളഞ്ഞു. അതിൻ്റെ ബലമുള്ള കൊമ്പുകൾ ഒടിഞ്ഞ് ഉണങ്ങിപ്പോയി തീക്കിരയായി തീർന്നു. തൻ്റെ കുട്ടികളിൽ മറ്റൊന്നിനെ എടുത്ത് ബാലസിംഹമാക്കി എന്ന് പറയുന്നത് യെഹോയാക്കീനെ കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇസ്രായേൽ ദേശത്തെ പ്രതിയുള്ള വിലാപം ഇതാകുന്നു. 10 മുതലുള്ള വാക്യങ്ങളിൽ ഈ ജനം ആ ദേശത്ത് വന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർ ആ മണ്ണിൽ നട്ട ഒരു മുന്തിരിവള്ളി പോലെ ആയിരുന്നു. ഇപ്പോൾ ആ മുന്തിരിവള്ളി പിഴുതെറിയേണ്ടിയിരിക്കുന്നു. അവർ അടിമകളായി പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ധാർമ്മിക അധപ്പതനത്തിൻ്റെ ചരിത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു ദുഃഖ ഗാനമാണിത്. അവളുടെ ബാലസിംഹങ്ങൾ ശത്രുവിൻ്റെ കുഴിയിൽ അകപ്പെട്ടു. അവളുടെ ആശയ്ക്ക് ഭംഗം വന്നു. എന്നാൽ ശത്രുവിൻ്റെ കെണിയിൽ അകപ്പെടാത്ത, ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന ഒരു ബാലസിംഹം അവൾക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ യഹൂദ ഒരു ബാലസിംഹം എന്നാണ് യാക്കോബ് യഹൂദയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. സംഖ്യാപുസ്തകം 23 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ ഞെളിഞ്ഞു നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദ ഗോത്രത്തിലെ ബാലസിംഹം എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയും. സകലത്തെയും ജയിച്ചവനാകുന്നു ക്രിസ്തു. അവനെ പിൻപറ്റുന്ന ഏതൊരു വ്യക്തിയെയും വിജയത്തിലേക്ക് നയിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പരാജയഭീതിയിൽ കഴിയാതെ ജീവിതം വിജയപ്രദമാക്കുവാൻ ക്രിസ്തുവിലേക്ക് വരിക. അവിടുന്ന് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാക്കും, വിജയകരമാക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ കാണാതെ പോയ ആടിനെ പോലെയാകുന്നു. ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള വഴിയറിയാത്ത നിസ്സഹായ അവസ്ഥയിൽ അവൻ എത്തിച്ചേരുന്നു. കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ എന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യൻ്റെ നിസ്സഹായത ദർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് 99 ആടുകളെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആ ഒന്നിനെ തേടിപ്പോകുന്ന നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ മനസ്സാകുന്നു.